ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 18 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ലോക ചരിത്രത്തിലുടനീളം നീതിക്ക് വേണ്ടിയുള്ള മുറവിളി തകൃതിയായി നടന്നിട്ടുണ്ട്. സ്വന്തം മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നവരുടെ ചരിത്രം ഇന്നും തുടരുകയാണ്. ISRO, കൊച്ചി കപ്പൽശാല, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്നിവയ്ക്ക് വേണ്ടി കുടിയിറക്കപ്പെട്ടപ്പോൾ അതിന് വികസനത്തിന്റെ മുഖം നൽകി അവരുടെ ദുരിതത്തിന് പൊന്നാട അണിയിച്ചു. തീരദേശ റോഡിന് കുടിയിറക്കപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന 10,000. കോട്ടപ്പുറം മുനമ്പത്ത് തലമുറകളായി താമസിച്ചു വരുന്ന ഭൂമിയിൽ നിന്ന് വഖഫ് ബോർഡിന്റെ കുടിയിറക്ക ഭീഷണി. നീതിക്ക് വേണ്ടിയുള്ള മുറവിളി ഇന്നിവിടെ എത്തി നിൽക്കുകയാണ്. 2017 നടന്ന ഒരു സംഭവം പറയാം. പാലക്കാട് വാളയാർ സ്വദേശികളായ പ്രായപൂർത്തിയാകാത്ത 2 പെൺകുട്ടികളെ 2017 ലൈംഗിക അതിക്രമത്തിന് ശേഷം അവരുടെ കുടിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂത്ത കുട്ടിക്ക് 13 വയസ്സ്, ഇളയ കുട്ടിക്ക് വെറും 9 വയസ്സ്. 52 ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് ഈ സഹോദരിമാര് തൂങ്ങി മരിച്ചത്. വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസ് ആയിരുന്നു അത്. ഇതൊരു സ്യൂയിസൈഡ് അല്ല, പ്ലാൻഡ് മർഡർ ആണെന്ന് ആർക്കും സംശയം തോന്നുന്ന എല്ലാ സാഹചര്യങ്ങളും ഈ കേസിലുണ്ടായിരുന്നു. കൊലപാതകമാണെന്ന് അവരുടെ അമ്മയും ആരോപിച്ചു. എന്നിട്ടും യാതൊരു തെളിവുകളും ഇല്ല എന്ന് പറഞ്ഞ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു. 2019 ഈ കേസ് തള്ളിക്കളയുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലെ പോരായ്മ, പ്രോപ്പർ തെളിവുകളില്ല, ഇതൊക്കെയായിരുന്നു അതിൻ്റെ റീസൺസ്. പക്ഷേ ഈ അനീതിക്കെതിരെ അന്ന് വലിയ രീതിയിൽ ജനരോഷം സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ ഉയർന്നു. ഈ സമ്മർദ്ദത്തിൽ കേരള ഗവൺമെൻറ് പുതിയ ഒഫീഷ്യൽസിനെ വെച്ച് ഈ കേസ് 2021 റീഓപ്പൺ ചെയ്തു. ഇത് റീഓപ്പൺ ചെയ്തപ്പോൾ അന്ന് ഹൈക്കോടതി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: നീതി തെറ്റിപ്പോയി. പിന്നീട് കണ്ടത് കൃത്യമായി 5 പ്രതികളെയും കണ്ടെത്തി നീതി നടപ്പിലാകുന്ന കാഴ്ചയാണ്. ഇതിനെ ഉപമയുമായി ബന്ധപ്പെടുത്തി വായിക്കാം. ന്യായാധിപൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തവനായിരുന്നത് കൊണ്ട് നീതി കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും ഉപമയിലെ വിധവയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ അതൊന്നും അയാളെ സമീപിക്കുന്നതിൽ നിന്ന് അവളെ തടഞ്ഞുമില്ല. കുറേ നാളത്തേക്കത് തുടർന്നു. ഒടുവിൽ അവളുടെ ശല്യം സഹിക്കവയ്യാതെ അയാൾ നീതി നടത്തിക്കൊടുത്തു. നീതിബോധമില്ലാത്ത ന്യായാധിപൻ പോലും നിരന്തരമായ മുറവിളിക്ക് ചെവി കൊടുക്കുന്നു. മലയാളത്തിലൊരു ചൊല്ലുണ്ട്: കരയുന്ന കുഞ്ഞിനേ പാലുള്ളൂ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്, ജർമ്മനിയിൽ നടന്ന ന്യൂറംബർഗ് ട്രയൽ, സൗത്ത് ആഫ്രിക്കയിലെ നെൽസൺ മണ്ടേലയും ഡെസ്മണ്ട് ടുട്ടുവും നടത്തിയ നീതി പോരാട്ടങ്ങൾ, വുമൺസ് സഫ്രേജ് മൂവ്മെന്റ്, ഇതെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. കരയുന്ന കുഞ്ഞിനേ പാലുള്ളൂ. ഇന്ന് ഈ കരച്ചിലെത്തി നിൽക്കുന്നത് മുനമ്പം തീരത്താണ്. തളർന്നു പോകാതെ നീതിക്കായി ശബ്ദമുയർത്തണം. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നാണ്. നീതി വിജയിക്കട്ടെ. ഗുഡ് ഡേ ടു യു. ഗോഡ് ബ്ലസ്.